അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അതായത് ചൈനയുടെ രഹസ്യ കപ്പൽപ്പട. ഇപ്പോൾ നമ്മൾ രഹസ്യ പോലീസ്, ചാര സംഘടന അല്ലെങ്കിൽ ചാര വിമാനം, ചാര ഉപഗ്രഹം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ രഹസ്യ കപ്പൽപ്പട അല്ലെങ്കിൽ ഒരു ചാരക്കപ്പൽ എന്നൊക്കെ പറയുന്നത് വളരെ വിചിത്രമായി തോന്നിയേക്കാം. കാരണം നമുക്കറിയാം, ഈ കപ്പൽ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഷിപ്പ് എന്ന് പറയുന്ന സാധനം, വാർഷിപ്പ് എന്ന് പറയുന്ന സാധനം വളരെ വലിയൊരു സമുദ്രയാനമാണ്, വളരെ വലിപ്പമുള്ള ഒരു സംഭവം. അപ്പോൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആകാശം മുഴുവൻ സ്പൈ സാറ്റലൈറ്റുകളും ഡ്രോണുകളും അതുപോലെ പലതരത്തിലുള്ള നിരീക്ഷണ സംവിധാനങ്ങളും ഒക്കെയുള്ള ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കപ്പൽ പോലെ ഒരു വലിയ യാനം, അതിനെ എങ്ങനെ നമുക്ക് രഹസ്യമായി സൂക്ഷിക്കാൻ സാധിക്കും? എങ്ങനെയൊക്കെ രഹസ്യമാക്കി സൂക്ഷിച്ചാലും ഒരു കപ്പൽ കടലിലിറക്കണ്ട, വെറുതെ കരയെ വെച്ചാലും മതി, അത് ഏതെങ്കിലും സാറ്റലൈറ്റിൻ്റെ കണ്ണിൽപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഒരു കപ്പൽ രഹസ്യമാക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചില ശ്രമകരമായ അല്ലെങ്കിൽ ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചൈന എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു രഹസ്യ കപ്പൽ, ഒരു ചാരക്കപ്പൽ സൂക്ഷിക്കുന്നതെന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ആ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം എന്നുകൂടി പറഞ്ഞേക്കാം. അതായത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ഇന്ത്യക്ക് വളരെ വിശിഷ്ടമായ, വളരെ പ്രത്യേകതകളുള്ള ഒരു അയൽരാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ പേരാണ് ശ്രീലങ്ക. അതായത് ഇന്ത്യൻ ഉപദ്വീപിനോട് ഒട്ടിച്ചേർന്നാണ് ഈ രാജ്യം കിടക്കുന്നതെങ്കിലും കരപ്രദേശത്ത് നമുക്ക് ശ്രീലങ്കയായിട്ട് അതിർത്തി ഒന്നുമില്ല. അപ്പം കരയിലുള്ള അതിർത്തിയാണെങ്കിൽ നമുക്കത് വേലി കെട്ടി സൂക്ഷിക്കാനൊക്കെ സാധിക്കും. പക്ഷേ സമുദ്രാതിർത്തി എന്ന് പറയുമ്പോൾ അതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം ഒരു വലിയ സാധ്യതയും ഒരു വലിയ ബാധ്യതയുമാണ്. അപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയുമായിട്ട് ഇത്രയും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റിൽ കിടക്കുന്ന ശ്രീലങ്ക ഇന്ന് നമ്മുടെ ബദ്ധശത്രുക്കളായ ചൈനയുടെ കൈപ്പിടിയിലാണെന്നുള്ള കാര്യം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു തുറമുഖം, ഒരു പോർട്ടാണ് ശ്രീലങ്കയിലെ കൊളംബോ. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ തുറമുഖങ്ങളിൽ ഒരെണ്ണമാണ് ശ്രീലങ്കയിലെ കൊളംബോ. അപ്പോൾ ഈ കൊളംബോ തുറമുഖത്തിലെ തിരക്കും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ശ്രീലങ്കൻ ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിച്ചു. നമുക്ക് ഈ ശ്രീലങ്കയുടെ തെക്ക് ഭാഗത്തായിട്ട് ഒരു തുറമുഖം കൂടെ സ്ഥാപിക്കുകയാണെങ്കിൽ ഈ കൊളംബോ തുറമുഖത്തിലെ തിരക്ക് കുറച്ച് കുറയ്ക്കുകയും ചെയ്യാം. അത് തന്നെയല്ല, ഈ ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു സമുദ്രപാതയിലാണ്. അതായത് സൂയസ് കനാലിനും മലാക്ക സ്ട്രേറ്റിനും ഇടയ്ക്കുള്ള വളരെ സുപ്രധാനമായ ഒരു പോയിന്റിലാണ് ശ്രീലങ്ക സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊളംബോയിൽ നിന്ന് മാറി ശ്രീലങ്കയുടെ തെക്ക് ഭാഗത്തും മറ്റുമായിട്ട് ഒരു തുറമുഖം കൂടെ സ്ഥാപിക്കുകയാണെങ്കിൽ അത് ശ്രീലങ്കയ്ക്ക് വളരെയധികം വരുമാനം നേടിത്തരികയും ശ്രീലങ്ക ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറ്റാനും ഒക്കെ സാധിക്കുമെന്ന് അവർ വിഭാവനം ചെയ്തു. അങ്ങനെ പലതും സ്വപ്നം കണ്ടുകൊണ്ട് ശ്രീലങ്കൻ ഗവൺമെൻറ് ശ്രീലങ്കയുടെ തെക്ക് ഭാഗത്ത് ഹംബൻടോട്ട എന്ന് പറയുന്ന സ്ഥലത്ത്, ഹംബൻടോട്ട പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്, അവിടെ ഒരു തുറമുഖം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു തുറമുഖം നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില്ലറ കാര്യമെന്ന് പറഞ്ഞാൽ വളരെയധികം സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന, വളരെയധികം സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു വലിയ തുറമുഖമൊക്കെ നിർമ്മിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ശ്രീലങ്കൻ ഗവൺമെൻറ് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുന്ന കാര്യമൊന്നുമല്ലായിരുന്നു ഈ ഹംബൻടോട്ടയിൽ ഒരു തുറമുഖം നിർമ്മിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീലങ്കൻ ഗവൺമെൻറ് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി, ഈ തുറമുഖം എന്ന പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ലോകത്തിൽ തന്നെ ഏതെങ്കിലും വലിയ സാമ്പത്തിക ശക്തികളുടെ സഹായം തേടാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ആദ്യം സമീപിച്ചത് ഇന്ത്യൻ ഗവൺമെൻറ്റിനെയാണ്. അപ്പോൾ ഏതായാലും കാര്യമായ രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നെങ്കിലും ഒടുവിൽ ഇന്ത്യ ഈ പദ്ധതിയിൽ നിന്നും പിന്മാറി. ഏതായാലും ഒട്ടും സമയം കളയാതെ തന്നെ ശ്രീലങ്കൻ ഗവൺമെൻറ് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഈ പദ്ധതിയുമായിട്ട് ചെന്നു. അപ്പോൾ ചൈനീസ് ഗവൺമെൻറ് പറഞ്ഞു, ആ കൊള്ളാം, അടിപൊളി പദ്ധതിയാണ്, ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിത്തീരും, അതായത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ശ്രീലങ്ക അങ്ങ് എരിവ് കയറ്റി ഇവർ ഈ പദ്ധതി അങ്ങ് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 2016 ചൈനീസ് സഹായത്തോടുകൂടി, അല്ലെ ചൈനയുടെ സാമ്പത്തിക സഹായത്തോടുകൂടി ശ്രീലങ്ക ഹംബൻടോട്ടയിൽ ഒരു അടിപൊളി തുറമുഖം അങ്ങ് പണിതു. അങ്ങനെ തുറമുഖമൊക്കെ തുറന്നു വെച്ചാൽ അവർ കപ്പലുകൾ ഇപ്പം വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷേ അവർ പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു, കൊളംബോ പോർട്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ പോർട്ടുകളിൽ ഒരെണ്ണമാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 25ാമത്തെ പോർട്ടാണ് കൊളംബോ പോർട്ട്. അത് തന്നെയല്ല, നമ്മൾ ഈ പറഞ്ഞ സമുദ്രപാത, അതായത് സൂയസ് കനാലിൽ നിന്ന് മലാക്ക സ്ട്രേറ്റ് വരെ നീണ്ടു കിടക്കുന്ന ഈ സമുദ്രപാതയിലൂടെ ഒരു വർഷം 50,000-ലധികം കപ്പലുകളാണ് കടന്നു പോകുന്നത്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ചരക്ക് നീക്കം നടക്കുന്ന ഒരു സമുദ്രപാതയാണ് ഈ പറഞ്ഞ സമുദ്രപാത. അപ്പോൾ ഈ പോകുന്ന 50,000 കപ്പലുകളിൽ ഒരു 500 എണ്ണമെങ്കിലും ഈ പറഞ്ഞ ഹംബൻടോട്ട പോർട്ടിൽ ഒരു വർഷം നങ്കൂരം ഇടുകയാണെങ്കിൽ ഈ പോർട്ട് വളരെയധികം ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. പക്ഷേ 500 ഷിപ്പ് പോയിട്ട് 50 ഷിപ്പ് പോലും ഈ ഹംബൻടോട്ട പോർട്ടിൽ എത്തിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിൽ വേറൊരു രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തുറമുഖം പണിയാൻ കാരണക്കാരാണ് ചൈനക്കാരാണ്. അമ്മാർ പൈസ കൊടുത്താണ് ഈ സാധനം ശ്രീലങ്കക്കാരെ കൊണ്ട് പണിയിപ്പിച്ചത്. അപ്പം നമ്മൾ പറഞ്ഞു, ഈ സമുദ്രപാതയിലൂടെ 50,000-ഓളം ഷിപ്പുകളാണ് കടന്നു പോകുന്നത്. ഈ 50,000 ഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇതിലെ ഒരു 90% കപ്പലുകളും
ഒന്നെങ്കിൽ ചൈനയിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന കപ്പലുകളോ അല്ലെങ്കിൽ ചൈനയിൽ നിന്നും ചരക്കുമായിട്ട് തിരിച്ചു വരുന്ന കപ്പലുകളോ ആണ് ഈ പോകുന്ന 50,000 കപ്പലുകളിൽ 90%. അങ്ങനെയുള്ള ചൈന വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഹമ്പൻടോട്ട പോർട്ട് വളരെ ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. കാരണം പോകുന്ന കപ്പലുകൾ സിംഹമാവും ചൈനീസ് ഓണർഷിപ്പിലുള്ള കപ്പലുകളാണല്ലോ. അപ്പോൾ ഏതായാലും തുറമുഖം അങ്ങോട്ട് നഷ്ടമായതുകൊണ്ട് ശ്രീലങ്ക വാവിട്ട് കരഞ്ഞുകൊണ്ട് ചൈനയുടെ മുന്നിൽ വീണ്ടും ചെന്നു. അപ്പോൾ ചൈനക്കാർ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അതിനുള്ള പരിഹാരം നമ്മൾ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ചൈന ശ്രീലങ്കയുടെ മുന്നിലേക്ക് ഒരു പ്രപ്പോസൽ വെച്ചു. അതായത് ഈ ഹമ്പൻടോട്ട പോർട്ട് ചൈനക്കാർ ഏതാണ്ട് 99 വർഷത്തെ ലീസിന് അങ്ങെടുക്കുകയാണ്. അതായത് ചൈന എന്താണ് ചോദിച്ചാൽ ശ്രീലങ്കയ്ക്ക് കുറച്ച് കാശ് കൊണ്ട് കൊടുത്തിട്ട് ഈ പോർട്ടിൻ്റെ പൂർണ്ണ നിയന്ത്രണം അവരങ്ങ് ഏറ്റെടുത്തു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ശ്രീലങ്കയെ കടക്കണിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ശ്രീലങ്കയുടെ നിയന്ത്രണം ചൈന അങ്ങ് ഏറ്റെടുത്തു. ഇത് ചൈന ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും, പല ദരിദ്ര രാജ്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പല രാജ്യങ്ങളും, പ്രത്യേകിച്ചും ആഫ്രിക്കൻ കൺട്രീസുകളിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം അവർ പാകിസ്ഥാനോട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഏതാണ്ട് ഇതിന് സമാനമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഈ കാര്യത്തെ നോക്കി കാണുമ്പോഴത്തേന് ശ്രീലങ്ക അല്ലെങ്കിൽ ഈ ഹമ്പൻടോട്ട പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോർട്ട് ചൈന പോലൊരു രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യസുരക്ഷയെ കാര്യമായ രീതിയിൽ, അപകടകരമായ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാര്യം സംഭവിച്ച ഉടനെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് ചൈനയ്ക്കും ശ്രീലങ്കയ്ക്കും പ്രത്യേകം വാണിംഗ് കൊടുത്തു. അതായത് ഈ പറഞ്ഞ പോർട്ട് ഒരു തരത്തിലുള്ള മിലിറ്ററി ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് ശ്രീലങ്കയ്ക്ക് ഇന്ത്യ ഗവൺമെൻറ് വാണിംഗ് കൊടുത്തു. അപ്പോൾ ചൈനയും ശ്രീലങ്ക ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇത് ഞങ്ങൾ ഒരു തരത്തിലും മിലിറ്ററി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കത്തില്ല, വെറും ചരക്ക് നീക്കത്തിന് മാത്രമായിരിക്കും ഈ പോർട്ട് ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചൈനയും ശ്രീലങ്കയും ഇന്ത്യക്ക് വാക്ക് തന്നു. അവർ ആണയിട്ട് പറഞ്ഞു. പക്ഷെ പറഞ്ഞത് ചൈനയാണല്ലോ, ചൈനയുടെ വാക്കിന് എത്രമാത്രം വിലയുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളീ പറഞ്ഞ ചൈനീസ് രഹസ്യ കപ്പൽ അല്ലെ ചൈനീസ് സ്പൈ ഷിപ്പിൻ്റെ പ്രസക്തി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞു, ഒരു കപ്പൽ പോലൊരു സാധനം എങ്ങനെയാണ് നമുക്ക് രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ കഴിയുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. അതൊരു വാർഷിപ്പ് എന്ന് പറയുന്ന സാധനം ഒരു തരത്തിലും നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കത്തില്ല. അതിപ്പം ഏത് തരത്തിലുള്ള ഷിപ്പും ആയിക്കോട്ടെ, അത് ഈവൻ സബ്മറൈൻ ആണെങ്കിൽ പോലും നമുക്ക് ഒരു തരത്തിലും അതിനെ ഹൈഡ് ചെയ്ത് വെക്കുക സാധ്യമല്ല. പക്ഷേ ഒരു യുദ്ധക്കപ്പലായിട്ട് നിർമ്മിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാറ്റലൈറ്റുകളിലെ നിരീക്ഷണ സംവിധാനങ്ങളിലെ കണ്ണുവെട്ടിക്കാൻ സാധിക്കും. അതായത് ഒരു യുദ്ധക്കപ്പലിനെ ഒരു ചരക്ക് കപ്പലായിട്ടോ അല്ലെങ്കിൽ ഒരു മത്സ്യബന്ധന കപ്പലായിട്ടോ അതും അല്ലെങ്കിൽ ഒരു പരിവേഷണ കപ്പൽ, ഒരു റിസർച്ച് വെസലായിട്ടോ ഒക്കെ നിർമ്മിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഏത് കടലിലൂടെയും ഏത് സമയത്തും സാറ്റലൈറ്റുകളുടെ കണ്ണിന് മുന്നിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കും. ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ മാത്രം ഈ യുദ്ധക്കപ്പലിൻ്റെ രൂപം അല്ലെങ്കിൽ യുദ്ധക്കപ്പലിൻ്റെ സ്വഭാവം പുറത്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കി പറഞ്ഞൊരു കാര്യമല്ല. ഏതാണ്ട് 2ാം ലോകമഹായുദ്ധ കാലം തൊട്ട് അല്ലെ അതിന് മുമ്പ് തൊട്ട് തന്നെ ലോകത്തിലെ പല സൈനിക ശക്തികളും ഇത്തരത്തിലുള്ള കപ്പലുകൾ ഉപയോഗിക്കുന്നുണ്ട്. പല സൈനിക ശക്തികളെന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ എല്ലാ കാലത്തും മുന്നിൽ നിന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു ഫലിപ്പിക്കുന്നതിൽ അഗ്രഗണ്യന്മാരായ അമേരിക്ക തന്നെയാണ്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പിടിക്കപ്പെടുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ ഇതൊരു യുദ്ധക്കപ്പലായിരുന്നു നല്ലൊരു ചാരക്കപ്പലായിരുന്നൊക്കെയുള്ള കാര്യം പുറത്തു വരത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം കപ്പലുകൾ അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തന്നെ അതിൽ പലതും പിടിക്കപ്പെടുകയും അതിനെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ അമേരിക്ക തന്നെ പുറത്താക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഇക്കാര്യത്തിൽ അഗ്രഗണ്യന്മാരാണെന്ന് ഞാൻ പറയാൻ കാര്യം. അതായത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1922 അമേരിക്ക USS ഗോൾഡ് സ്റ്റാർ എന്ന് പറയുന്നൊരു കപ്പൽ പുറത്തിറക്കി. ഇത് ബേസിക്കലി US നേവിക്ക് സപ്ലൈസ് നൽകുന്ന ഒരു കാർഗോ ഷിപ്പായിട്ടാണ് അമേരിക്ക ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഏതാണ്ട് 1935 കഴിഞ്ഞപ്പോൾ ഈ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്ന കാര്യം ചക്രവാള സീമകൾക്ക് അപ്പുറത്ത് ഉരുണ്ടുകൂടാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് അമേരിക്ക ഈ കപ്പലിനെ ഒരു സ്പൈ ഷിപ്പായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ഈ കപ്പലിൻ്റെ ബെല്ലി സൈഡിൽ അടിഭാഗത്തായിട്ട് പലതരത്തിലുള്ള നിരീക്ഷണ ഉപകരണങ്ങളൊക്കെ ഘടിപ്പിച്ചുകൊണ്ട് ഇത് നിരന്തരമായിട്ട് ജപ്പാൻ്റെയും അല്ലെങ്കിൽ ഇന്തോനേഷ്യയുടെയും ഒക്കെ തീരം വഴി ഇത് ഓടിക്കാൻ തുടങ്ങി. അതുപോലെ ജപ്പാൻ്റെ അധീനതയിലുള്ള സൗത്ത് ചൈന സീയിലൂടെയൊക്കെ ഈ കപ്പൽ നിരന്തരമായിട്ട് അവർ ഓടിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നും അല്ലെന്നില്ല, ജപ്പാൻ്റെ രഹസ്യങ്ങൾ ചോർത്തെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള സ്പൈ ഷിപ്പുകളെ കുറിച്ച് പലരും ആദ്യം എടുത്ത് പറയുന്ന പേരും ഈ ഗോൾഡ് സ്റ്റാറിൻ്റെ പേര് തന്നെയാണ്. പക്ഷേ ഗോൾഡ് സ്റ്റാർ മാത്രമല്ല, ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് കോൾഡ് വാർ കാലഘട്ടം ആയപ്പോഴത്തേന് അമേരിക്കയും USSRും വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള കപ്പലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അക്കാലത്ത് അവർ ഉപയോഗിച്ചത് ഇത്തരത്തിലുള്ള കാർഗോ ഷിപ്പുകളൊന്നും ആയിരുന്നില്ല. കൂടുതലായിട്ട് ഉപയോഗിച്ചത് പരിവേഷണയാനങ്ങൾ, അതായത് റിസർച്ച് വെസൽസ് എന്ന് പറയുന്ന കാറ്റഗറി, RV എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഷിപ്പുകളായിരുന്നു. അത് ഓഷനോഗ്രഫിക് സ്റ്റഡീസിനും അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സ്റ്റഡീസിനും ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷനും ഒക്കെ കുറിച്ച് പഠിക്കാനും വേണ്ടി എന്ന വ്യാജേന കടലിലിറക്കുന്ന വലിയ പരിവേഷണ യാനങ്ങൾ, ഇവയാണ് ഈ കോൾഡ് വാർ കാലഘട്ടത്തിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചത്. അതായത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അക്കാലത്ത് അമേരിക്ക ഉപയോഗിച്ച അമേരിക്കയുടെ ഒരു സ്പൈ ഷിപ്പ് USS പാബ്ലോ എന്നാണ് അതിൻ്റെ പേര്. 1965 നോർത്ത് കൊറിയ പിടിച്ചെടുക്കുകയുണ്ടായി. ആ സാധനം ഇപ്പോഴും നോർത്ത് കൊറിയ അവരൊരു ട്രോഫിയായിട്ട് ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അമേരിക്കയും USSRും ചൈനയും ഒന്നും മാത്രമല്ല, ലോകത്തിൽ തന്നെ അത്ര വലിയ സൈനിക ശക്തി ഇല്ലാത്ത പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള കപ്പലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അർജന്റീന ARA നാർവാൾ എന്ന് പറഞ്ഞൊരു ഷിപ്പ് ഇത്തരത്തിൽ ഉപയോഗിക്കേണ്ടായി. അപ്പോൾ ഈ നാർവാൾ എന്ന് പറയുന്ന ഈ ഷിപ്പ് റിസർച്ച് വെസലൊന്നുമല്ല, ഒരു ഫിഷിംഗ് ട്രോളറായിരുന്നു. ഈ സാധനം അർജന്റീന വളരെ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി ഒരു സ്പൈ ഷിപ്പായിട്ട് ഉപയോഗിക്കേണ്ടായി. അപ്പോൾ ഈ ഫിഷിംഗ് ട്രോളുകൾ സ്പൈ ഷിപ്പുകളായിട്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഏറ്റവും അഗ്രഗണ്യന്മാരായിട്ടുള്ളത് USSR ആയിരുന്നു. അതായത് കോൾഡ് വാർ കാലഘട്ടത്ത് USA അല്ലെ അമേരിക്ക ഇത്തരത്തിലുള്ള റിസർച്ച് വെസലുകൾ RVകൾ സ്പൈ ഷിപ്പായിട്ട് ഉപയോഗിച്ചപ്പോഴത്തിന് മറുവശത്ത് USSR ഫിഷിംഗ് ട്രോളറുകൾ പോലുള്ള കാര്യങ്ങളും വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ USSR നിന്നായിരിക്കും ഒരുപക്ഷെ അർജന്റീനയ്ക്ക് ഈ ഐഡിയ കളഞ്ഞു കിട്ടിയത്. ഇനി ചൈനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ചൈന ഈ പറഞ്ഞ രീതിയിലുള്ള കാർഗോ ബോട്ടുകളെയും അല്ലെങ്കിൽ ഫിഷിംഗ് ട്രോളറുകളെയൊക്കെ സ്പൈ ഷിപ്പായി കൺവേർട്ട് ചെയ്യുന്ന ആ സ്റ്റേജ് കടന്ന് വളരെയധികം മുന്നോട്ട് സഞ്ചരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് 2022 ചൈന ഒരു കപ്പൽ കടലിലിറക്കിയുണ്ടായി. ഈ കപ്പലിൻ്റെ പേരാണ് സുഹായ് ക്ലൗഡ് അല്ലെങ്കിൽ സുഹായ് യാൻ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഏതാണ്ട് 88 മീറ്റർ നീളവും ഏതാണ്ട് 14 മീറ്റർ വീതിയുമുള്ള ഒരു ഷിപ്പാണ് ഈ സംഭവം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ലക്ഷറി യോട്ടാണെന്നേ പറയത്തുള്ളൂ. അതായത് ഒരു ഹൈടെക് ലക്ഷറി യോട്ട്. പക്ഷേ ഈ സംഭവം ഹൈലി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഓട്ടോണമസ് അൺമാൻഡ് ഡ്രോൺ ക്യാരിയറാണ്. അതായത് ഒരു ക്രൂ മെമ്പറിൻ്റെ മനുഷ്യ സഹായമില്ലാതെ കടലിലൂടെ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഒരു അൺമാൻഡ് ഷിപ്പ് എന്നല്ല പറയുന്ന അൺമാൻഡ് ഡ്രോൺ ക്യാരിയറാണ്. അതായത് പറഞ്ഞു വരുന്നാൽ മനുഷ്യ സഹായമില്ലാതെ കടലിലൂടെ സഞ്ചരിക്കുന്ന ഒരു വിമാനവാഹിനി കപ്പലാണ് സുഹായ് ക്ലൗഡ്. ഇപ്പോൾ വിമാനവാഹിനി കപ്പലെന്ന് ഞാൻ പറഞ്ഞ മറ്റൊന്നും കൊണ്ടല്ല, ഈ കപ്പലിൽ നിന്നും പലതരത്തിലുള്ള ഡ്രോണുകൾ പ്രയോഗിക്കാൻ സാധിക്കും. അതായത് പല വലിപ്പത്തിലും രൂപത്തിലും ഭാവത്തിലുമുള്ള ഡ്രോണുകൾ ഈ കപ്പലിന് വഹിക്കാൻ സാധിക്കും. അപ്പം ഡ്രോണുകളെക്കുറിച്ച് നമുക്കറിയാം, ഇന്നത്തെ ഒരു മോഡേൺ മിലിറ്ററി ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു യുദ്ധവിമാനത്തിന്, ഒരു ഫൈറ്റർ പ്ലെയിനിന് സമാനമായിട്ടുള്ള ഒരു വാർ മെഷീൻ തന്നെയാണ്. അതായത് ഫൈറ്റർ പ്ലെയിൻ ഇല്ലാത്ത പല അഡ്വാൻറ്റേജുകളും ഡ്രോണുകൾക്ക് ഇന്നുണ്ട്. അതായത് ഫൈറ്റർ പ്ലെയിനുകളെ പോലെയുള്ള മിസൈലുകളും ബോംബുകളും ഒക്കെ ഈ ഡ്രോണിന് വഹിക്കാൻ സാധിക്കും. പക്ഷേ ഡ്രോണിനെ പറത്താൻ ഒരു പൈലറ്റിൻ്റെ, ഒരു മനുഷ്യൻ്റെ ആവശ്യം ഇല്ലതാനും. ഇതാണ് ഡ്രോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഡ്രോണുകൾ ഫൈറ്ററുകളെക്കാളും അല്ലെ ഏത് തരത്തിലുള്ള യുദ്ധവിമാനങ്ങളെക്കാളും അപകടകാരിയായി മാറുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ചൈന പറയുന്നത് ഈ സുഹായ് ക്ലൗഡ് എന്ന് പറയുന്നത് ഒരു യുദ്ധക്കപ്പലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ആയുധധാരികളായ ഡ്രോണുകളെ വഹിക്കുന്ന ഒരു കപ്പലോ ഒന്നുമല്ല. ഇത് വെറും ഒരു റിസർച്ച് ഷിപ്പ് മാത്രമാണ്. അതായത് ഓഷ്യാനോഗ്രഫി, അതായത് സമുദ്രത്തെക്കുറിച്ചും സമുദ്രതട്ടിനെക്കുറിച്ചും അതുപോലെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും ഒക്കെ പഠിക്കാൻ വേണ്ടിയുള്ള, അന്തരീക്ഷത്തെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ വേണ്ടി ചൈന ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റിസർച്ച് ഷിപ്പ് മാത്രമാണ്. ഇതിൽ പലതരത്തിലുള്ള ഡ്രോണുകളുണ്ട്. ഈ ഡ്രോണുകളൊന്നും തന്നെ അപകടകാരികളായിട്ടുള്ള ഡ്രോണുകളല്ല, വെറും അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള ഡ്രോണുകൾ മാത്രമാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്നും കടലിൻ്റെ അടിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ചില സബ്മറീനുകൾ പോലുള്ള കാര്യങ്ങളും ഇതിൽ നിന്നും പ്രയോഗിക്കാൻ സാധിക്കും. അവയ്ക്കും സൈനികമായിട്ടുള്ള യാതൊരു ഉദ്ദേശവുമില്ല, അവയും റിസർച്ച് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചൈന ഇതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ചൈന പറയുന്നതിന് വ്യത്യസ്തമായിട്ട് ഈ പറഞ്ഞ സംഭവം ഒരു യുദ്ധസന്നാഹമാണെങ്കിൽ, ഒരു യുദ്ധക്കപ്പലാണെങ്കിൽ ഈ കപ്പൽ ഹമ്പൻടോട്ട പോർട്ടിൽ വന്ന് നങ്കൂരമിടുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് സംഭവം ആകപ്പാടെ പുലിവാലാവും. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വലിയൊരു ത്രെട്ടായിട്ട് തന്നെ അത് മാറും. ഇനി നമ്മൾ മറ്റൊരു തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ചൈന ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ചൈന പല കാലങ്ങളിലും ഇത്തരത്തിലുള്ള പല റിസർച്ച് ഷിപ്പുകൾ, അതായത് ഇത്തരത്തിലെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ഓട്ടോണമസ് ആയിട്ടുള്ള അൺമാൻഡ് റിസർച്ച് ഷിപ്പുകളൊന്നുമല്ല, നോർമലായിട്ടുള്ള പല റിസർച്ച് ഷിപ്പുകൾ നിർമ്മിക്കുകയും അവ ഇന്ത്യൻ തീരത്തോട് ചേർന്ന് പലതവണ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ തീരത്തോട് ചേർന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ തീരത്തോട് ചേർന്ന് ഇൻ്റർനാഷണൽ വാട്ടറിലൂടെ പലതവണ ഓടിക്കുകയുണ്ടായി. അതായത് പറഞ്ഞു തരികയാണെങ്കിൽ ഈ ഹമ്പൻടോട്ട പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷവും ഒരു ചൈനീസ് റിസർച്ച് ഷിപ്പ് എന്നൊന്നുമല്ല അതിനെ പറയേണ്ടത്, ഹൈലി എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു സ്പൈ ഷിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അങ്ങനെ ഒരു സാധനം ഈ ഹമ്പൻടോട്ട പോർട്ടിലേക്ക് വരികയുണ്ടായി. അതായത് ഏതാണ്ട് ഒരു വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് തന്നെയല്ല, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1993 ചൈന നിർമ്മിച്ച ഒരു ഓഷനോഗ്രാഫിക് റിസർച്ച് ഷിപ്പുണ്ട്, സിയാങ് യാങ് ഹോങ് 6 എന്നാണ് അതിൻ്റെ പേര്. കാഴ്ചയിൽ ഇത് സംഭവം പറഞ്ഞു വരുമ്പോഴത്തേന് സാധാരണ ഒരു റിസർച്ച് ഷിപ്പ് മാത്രമാണ്, അതായത് മനുഷ്യരൊക്കെ പണിയെടുക്കുന്ന സാധാരണ ഒരു റിസർച്ച് ഷിപ്പ്. പക്ഷേ ഈ സാധനം ചൈന എക്സ്റ്റെൻസീവായിട്ട് ഉപയോഗിച്ചത് ഇന്ത്യൻ തീരങ്ങൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇത് ഉപയോഗിച്ച് ഇന്ത്യയുടെ സുപ്രധാനമായ പല നേവൽ ബേസുകളെ പോലും അവർ സ്കാൻ ചെയ്തിട്ടുണ്ടാകാം എന്നാണ് പല വിദഗ്ധരും കണക്കാക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ഷിപ്പ് മാത്രമല്ല, ഹാങ് യാങ് ഷിയോങ് 760 അത് 2015 ചൈന ഇതുപോലെ നിർമ്മിച്ചെടുത്ത ഒരു റിസർച്ച് ഷിപ്പാണ്. ഇതുകൂടാതെ ഷിയാങ് 6 എന്ന് പറഞ്ഞ റിസർച്ച് ഷിപ്പ് 2020 അവർ പുറത്തിറക്കുകയുണ്ടായി. ഇതെല്ലാം ചൈന ഉപയോഗിച്ചത് ഇന്ത്യൻ തീരങ്ങളോട് ചേർന്ന് സമുദ്ര പരിവേഷണങ്ങൾ നടത്താൻ വേണ്ടിയാണ്. സമുദ്ര പരിവേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ തീരങ്ങളോട് ചേർന്ന് ഇൻ്റർനാഷണൽ വാട്ടറിലൂടെ ഈ കപ്പൽ ഓടിക്കുക, അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന അത്യന്താധുനികമായിട്ടുള്ള ഹൈടെക് എക്യുപ്മെൻറ്റുകളുടെ സഹായത്തോടുകൂടി ഇന്ത്യയുടെ സുപ്രധാനമായിട്ടുള്ള പോർട്ടുകളും അതുപോലെ നേവൽ ബേസുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു.
അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ സുഹായ് ക്ലൗഡ് എന്ന് പറയുന്നത് ഒരു ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഓട്ടോണമസ് അൺമാൻഡ് നേവൽഷിപ്പ് അല്ലെങ്കിൽ ഓട്ടോണമസ് അൺമാൻഡ് ഡ്രോൺ കാരിയർ ആണെങ്കിൽ അത്തരത്തിലുള്ള കൂടുതൽ ഷിപ്പുകൾ ചൈന നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അവയിൽ ചിലത് ഈ ഹമ്പൻടോട്ട പോർട്ടിലേക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു. അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.